ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ദൈവം എബ്രാഹിമിനെ തിരഞ്ഞെടുത്തത് 75-ാമത്തെ വയസ്സിലാണ്. എന്നിട്ട് ദൈവം 3 പ്രാവശ്യം എബ്രാഹിമിനോട് പറഞ്ഞു, എബ്രാഹിമിന് സന്തതികൾ ഉണ്ടാവും, അങ്ങനെ വലിയൊരു രാഷ്ട്രത്തിൻ്റെ പിതാവായി മാറും എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 12:2-3, അധ്യായം 13, 15, 16, അധ്യായം 15:5 വാക്യം. ഇവിടെയെല്ലാം ദൈവം പറഞ്ഞത് ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിലെ മൺതരികളെപ്പോലെ സന്താന ലാഭം ഉണ്ടാകും. എന്നിട്ട് എബ്രാഹിം കാത്തിരിക്കേണ്ടി വന്നു. നീണ്ട 25 വർഷം. നീണ്ട 25 വർഷത്തിന് ശേഷമാണ് 100-ാമത്തെ വയസ്സിൽ 100-ാമത്തെ വയസ്സിലാണ് ഐസക്കിനെ ലഭിച്ചത്. അങ്ങനെ എബ്രാഹിം കാത്തിരുന്നതുകൊണ്ട് എബ്രാഹിം വിശ്വാസത്തിൻ്റെ പിതാവായി മാറി. പിന്നെ എബ്രാഹത്തിനെ കുറിച്ച് പറയുന്നത് റോമാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4:18 പ്രതീക്ഷയില്ലാത്ത അവസരങ്ങളിൽ പ്രതീക്ഷ വച്ചുകൊണ്ട് എബ്രാഹിം മുന്നോട്ട് പോയി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ ദൈവം വൈകിക്കുമ്പോൾ നമ്മൾ എബ്രാഹിമിനെ പോലെ പ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു ദിവസം ഉത്തരം നൽകും. ദൈവത്തിൻ്റെ സമയം ആകുമ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ.